ശാന്തസുന്ദരനായി കിടക്കുന്ന ചിമ്പൻ പൂച്ച. വരാന്തയിൽ ചിമ്പന്റെ അച്ഛൻ ചെമ്പൻ കസേര പൊക്കത്തിൽ കിടന്ന് ചിമ്പൻ അച്ഛനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, അച്ഛനാണത്രേ അച്ഛൻ. അച്ഛൻ പൂച്ചയുടെ മുഖത്ത് ഒരു പുച്ഛഭാവം, ഒപ്പം മറ്റ് കണ്ടൻ പൂച്ചകളുമായി കടിപിടി കൂടിയതിന്റെ ലാഞ്ചനകളും അടയാളങ്ങളും. നേരം പരപര വെളുത്ത് ഉച്ചവെയിൽ ഉച്ചിയിൽ തൊട്ട് നിൽക്കുന്ന സമയം. അറഞ്ചം പുറഞ്ചം കായ്ച്ചു കിടക്കുന്ന ഒടുക്കത്തെ പുളിയുള്ള ഇരുമ്പൻ പുളി. പുളിക്കൊപ്പം പൂക്കൾ കണ്ടില്ലേ സേട്ടാ. കസേരയിൽ കിടന്ന് ബോറടിച്ച ചിമ്പൻ എന്തോ ഒരു ഗൂഢമായ ലക്ഷ്യവുമായി പറമ്പിലേക്കിറങ്ങി പരതി നടന്നു. തന്റെ യാത്രയെ ക്യാമറയുമായി ഒരാൾ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ചിമ്പൻ ഇടം കണ്ണിട്ട് ക്യാമറയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. കമ്പും കോലും ചവറും നിറഞ്ഞ പറമ്പിലൂടെ അതിസാഹസികമായി ചിമ്പന്റെ പ്രയാണം. ഇതാ കയ്യാലപ്പുറത്ത് ചൂട്ടും മടലും കൊതുമ്പുമൊക്കെ കിടക്കുന്നു. ഈ കയ്യാലപ്പുറത്ത് നിന്ന് വീണാൽ രക്ഷിക്കാൻ ഒരു പാരച്യൂട്ട് പോലും ഇല്ല. തനിക്ക് മറ്റൊരു ദുരുദ്ദേശവുമില്ലെന്ന് തോന്നിപ്പിക്കാൻ ക്യാമറാമാനോന്റെ മുന്നിൽ വെറുതെ ഉലാത്തുന്നത് പോലെ അഭിനയിക്കുകയാണ് ചിമ്പൻ. ഈ വാഴയിലേൽ അടച്ചുട്ടാലോ? ഈ ക്യാമറാമാനോൻ പോകുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ എന്റെ ഗൂഢലക്ഷ്യം പൂർത്തിയാക്കും? വരുന്നത് വരട്ടെ എന്ന് കരുതി ചിമ്പൻ അത് ചെയ്തു. മനുഷ്യനെ അല്ല പൂച്ചയെ അപ്പയിടാൻ സമ്മതിക്കൂലേ? അവിടെയും ക്യാമറയുമായിട്ട് ഇറങ്ങിക്കോളും നീലക്കാക്ക മീഡിയക്കാർ. തന്റെ ഉദ്യമം പൂർത്തിയാക്കിയ ആഹ്ലാദത്തിൽ കയ്യാലയും ചാടിക്കടന്ന് മനസ്സിൽ മറ്റൊരു സീക്രട്ട് മിഷന്റെ പദ്ധതിയും കുറിച്ചുവെച്ച് ചിമ്പൻ വീടിന്റെ വരാന്തയിലേക്ക് ഓടി.